ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ് സ്നേഹത്തിൻ്റെ പല ഭാവങ്ങൾ ഈ ദിവസം എല്ലാവരും സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്തു. സ്നേഹത്തിൻ്റെ വിജയം ആഘോഷിക്കാൻ ത്യാഗത്തിൻ്റെ ഓർമ്മകൾക്കേ സാധിക്കൂ. ഈ വാലന്റൈൻസ് ഡേക്ക് പിന്നിൽ വലിയ ത്യാഗത്തിൻ്റെ ഒരു ജീവിത കഥയുണ്ട്. അതാണ് സെയിന്റ് വാലന്റൈൻ. റോമ സാമ്രാജ്യത്തിൽ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വൈദികനായിരുന്നു വാലന്റൈൻ. റോമൻ ചക്രവർത്തിയായിരുന്ന ക്ലോഡിയസ് രണ്ടാമൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. തന്റെ സൈന്യത്തിന്റെ എണ്ണം കുറയുന്നതിനാൽ യുവ സൈനികരാരും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന്. ഈ അന്യായ നിയമത്തിനെതിരെ തന്റെ ദൗത്യം നിർവഹിക്കാൻ രഹസ്യമായി യുവ സൈനികരുടെ വിവാഹം വാലന്റൈൻ നടത്തിക്കൊടുത്തിരുന്നു. ഇതറിഞ്ഞ ചക്രവർത്തി അദ്ദേഹത്തെ ജയിലിലടച്ചു. ജയിലിലായിരിക്കുമ്പോൾ സൈന്യാധിപനായിരുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ വെല്ലുവിളിച്ചു. ജന്മന അന്ധനായിരുന്ന തന്റെ മകളെ സുഖപ്പെടുത്താൻ താൻ വിശ്വസിക്കുന്ന ദൈവത്തിന് കഴിയുമോ എന്ന്. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് ജന്മന അന്ധയായിരുന്ന അവളെ കണ്ണുകളിൽ തൊട്ട് സുഖപ്പെടുത്തി. ഇതറിഞ്ഞ് ആ സൈന്യാധിപൻ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. അപ്പോൾ ചക്രവർത്തി വാലന്റൈനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ആ വധശിക്ഷ ഏറ്റുവാങ്ങുന്നതിന് മുൻപ് വാലന്റൈൻ താൻ സുഖപ്പെടുത്തിയ പെൺകുട്ടിക്ക് ഒരു സന്ദേശം അയച്ചു. അതിൽ ഫ്രം യുവർ വാലന്റൈൻ എന്ന് എഴുതിയിരുന്നു. അതേ സന്ദേശം തന്നെയാണ് ഈ ദിവസത്തിൽ നാം എല്ലാവരും കൈമാറിക്കൊണ്ടിരിക്കുന്നതും. നിസ്വാർത്ഥ സ്നേഹത്തിനു വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ തയ്യാറായ വാലന്റൈൻ്റെ ഈ മാതൃകയ്ക്ക് മുൻപിൽ നമുക്കും നന്ദിയുള്ളവരാകാം. ആ സ്നേഹത്തിന്റെ നല്ല ഭാവങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ഈ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ ഏവർക്കും സാധിക്കട്ടെ.